വേണുജി, താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ രാഷ്ട്രീയ കക്ഷി, താങ്കളുടെ രാഷ്ട്രീയ ചേരി ഈ പറഞ്ഞതുപോലെ മലയോര സംരക്ഷണ സമരയാത്ര കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശാശ്വത പരിഹാരം, അതാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ശീർഷകവാക്യമായി നിലനിൽക്കുന്നത്. ആ ശാശ്വത പരിഹാരത്തിലേക്ക് വിരചൂണ്ടുന്ന ഒരാവശ്യം ആ ജാഥ ഉന്നയിച്ചതായി പൊതുവെ കണ്ടില്ല. ആ ജാഥ ഊന്നുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്ന കാര്യത്തിലാണ്. ഇതിൻ്റെ പ്രശ്നങ്ങളുടെ പ്രശ്നമായി നിൽക്കുന്നതാവട്ടെ കേന്ദ്ര വന്യജീവി നിയമമാണ്. അത് പലതവണ ഭേദഗതി ചെയ്ത് കടുത്തതാക്കി മാറ്റിയ ആ നിയമം സംസ്ഥാന സർക്കാരുകളെ നിഷ്ക്രിയമാക്കി മാറ്റുന്നു എന്ന ഒരു വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കളുടെ നേതാവ് കൂടിയായ, ദേശീയ ശബ്ദം കൂടിയായ രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയും സുഹൃത്തും കൂടിയായ കെ റഫീഖ്, എങ്ങനെയാണ് അഡ്വക്കേറ്റ് വേണു താങ്കൾ പ്രതികരിക്കുക? ഞാൻ മിനിസ്റ്റർ പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ റഫീഖ് പറഞ്ഞതും ഞാൻ വളരെ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. കാരണം ഞാൻ വയനാട് പോലെ തന്നെ ഇടുക്കിയിൽ മലയോരത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. മിനിസ്റ്റർക്കറിയാം, മിനിസ്റ്റർ ഇടുക്കിയിൽ അരിക്കൊമ്പൻ പ്രശ്നവുമായിട്ട് വന്നപ്പോൾ കളക്ടറേറ്റിലുണ്ടായ ചർച്ചയും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയിൽ അവിടെ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സശ്രദ്ധം കേട്ടു. എനിക്ക് രണ്ട് കാര്യത്തിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ അടിയന്തര ശ്രദ്ധ ഗവൺമെന്റിന്റെ പതിയേണ്ട വിഷയം. സാർ, അടിയന്തര ശ്രദ്ധയല്ല, അടിയന്തര നടപടിയുടെ സമയമായി. ശ്രദ്ധയുടെ കാലഘട്ടമൊക്കെ പോയി. പിന്നെ ശാശ്വതമായ പരിഹാരം, അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്, ശാശ്വതമായ പരിഹാരം. ഇവിടെ റഫീഖും മിനിസ്റ്റർ അത് ഭംഗിതര സൂചിപ്പിച്ചുള്ളൂ. കേന്ദ്ര വന നിയമത്തെക്കുറിച്ച്, കേന്ദ്ര വന നിയമമല്ല, വനം വന്യജീവി സംരക്ഷണ നിയമം 1972 നിയമത്തെക്കുറിച്ച് ഞാൻ ഡോക്ടർ ചന്ദ്രശേഖരൻ, ഞാനൊരു 27 വർഷമായി അഭിഭാഷക വൃത്തിയും ഈ ഹൈറേഞ്ചിലായതുകൊണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്റ്റുമായിട്ടുള്ള നിരവധി കേസുകളും ഞാൻ ഇതിൻ്റെ വകുപ്പുകൾ കൂലങ്കുഷമായി, ഞാനിതിൻ്റെ വിദഗ്ധനാണെന്നുള്ള അഭിപ്രായത്തിലല്ല, ഞാൻ ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഈ വകുപ്പിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ 11(1)A and B വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഏത് വന്യജീവി ഷെഡ്യൂൾ 1-ൽപ്പെട്ടത് അത് വൈൽഡ് ലൈഫ് വാർഡന് അദ്ദേഹം അത് മാത്രമാണ് അതിൻ്റെ വാക്യം തന്നെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് നോ വൈൽഡ് ആനിമൽ ഷാൽ ബി ഓർഡർഡ് ടു ബി കിൽഡ് അൺലെസ് the chief wildlife warden is satisfied that such animal cannot be captured, tranquilized or translocated. അപ്പോൾ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇന്നലെ ഇറങ്ങിയ കടുവ, മിനിഞ്ഞാന്നിറങ്ങിയ കടുവ, അത് മനുഷ്യനെ ആക്രമിക്കുന്നതാണ്, അതിനെ കൊന്നേ മതിയാവൂ എന്ന് അദ്ദേഹത്തിന് തോന്നാൻ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. ഞാൻ ചോദിക്കുന്നു, മിനിഞ്ഞാന്ന് 4-ാം നാള് ഈ കടുവയെ വെടിവെക്കാനായിട്ട് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തു. എങ്ങനെയാണ് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തത്? ആകാശത്തിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ വന്നതല്ലോ, നിയമപുസ്തകത്തിലുള്ളതാണ്. നിയമപുസ്തകത്തിലുള്ള കാര്യം എന്തുകൊണ്ട് നമ്മൾ പ്രയോഗിക്കുന്നില്ല? ഞാൻ മിനിസ്റ്റർ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാ ബഹുമാനങ്ങളും കലർന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സർ, എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ മനുഷ്യജീവന് അപകടകരമായിട്ടുള്ള ആനിമൽസ്, അത് കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള വനം സെക്ഷൻ 11(1)A and B വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആ സെക്ഷനെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നില്ല? ഒന്ന് കൊച്ചി. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ്. പഴയ CRPC 133F, ഇപ്പൊ ഇന്നലെ കളക്ടർ അവിടെ 144 പ്രഖ്യാപിച്ചു. CRPCയുടെ പ്രൊവിഷനാണ്. 103F എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് സാർ. അതിപ്പം 154 പുതിയ നിയമം BNS വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലേക്ക് മാറ്റി. ഭാരതീയ ന്യായ സുരക്ഷ വന്നപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലേക്ക് മാറ്റി. ഇപ്പൊ 152 ആണെന്നാണ്, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ പഴയ 133F അതിന്റെ സെന്റൻസ് തന്നെ എങ്ങനെയാണ്? എനി ഡേഞ്ചറസ് ആനിമൽ ഷുഡ് ബി ഡിസ്ട്രോയിഡ്. വേറെ ഒന്നും അതിന്റെ അകത്ത് പറയുന്നത്, ഷുഡ് ബി ഡിസ്ട്രോയിഡ്. അതിന് ഉത്തരവ് കൊടുക്കേണ്ടത് ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, കളക്ടർ. ഞാൻ ചോദിക്കുന്നു, ഇന്ന് വരെ വയനാട്ടിൽ ഇങ്ങനെ ഡേഞ്ചറസ് ആയ ആനിമൽ വനത്തിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലൂടെ നടക്കുമ്പോൾ, കൃഷി സ്ഥലത്തോട് വരുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ഡിസ്ട്രോയിഡ് എന്ന ഉത്തരവ് എന്തുകൊണ്ട് വയനാട് കളക്ടർ ഇന്ന് വരെ കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല? ഇപ്പൊ 8 വർഷമായി. നിങ്ങളിപ്പോ രാഹുൽ ഗാന്ധി വന്നില്ല, പ്രിയങ്ക ഗാന്ധി വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നിയമവും ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വകുപ്പുകളും സാർ എന്തുകൊണ്ട് ഗവൺമെന്റ് പ്രയോഗിക്കുന്നില്ല? പ്രയോഗിക്കാൻ ഗവൺമെന്റ് കഴിയില്ല എങ്കിൽ ഞാൻ നാളെ ഉത്തരവിറക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഇത് കഴിയും. ആ കഴിയുന്ന കാര്യം ചെയ്തില്ല എന്നുള്ള പോരായ്മ അത് നിലനിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി 2, അങ്ങ് പറഞ്ഞു ഞങ്ങൾ 620 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തു. സന്തോഷം സാർ, ഞാൻ അതിനെയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്.
ഞാൻ രാഷ്ട്രീയത്തിൽ എതിരാളികൾ പറയുമ്പോഴും അതിൻ്റെ അകത്തെ സത്യസന്ധതയും അല്ലെങ്കിൽ ആ കാര്യമൊക്കെ ഞാൻ അംഗീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു 620 കോടി രൂപ വേണ്ട, അതിന്റെ ഒരു പകുതി സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിട്ട് ഞങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നു, ഇത്രയും സംസ്ഥാനത്തിന് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾ 20% അല്ലെങ്കിൽ 30% ഞങ്ങൾ വെക്കുന്നു, ശേഷിക്കുന്ന തുക കേന്ദ്രം തരണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ KG അടിയോടി വനം വകുപ്പ് മന്ത്രിയും ഇന്ദിരാഗാന്ധിയും, മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, മിനിസ്റ്റർ പഴയ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, KG അടിയോടിക്ക് ഒരുപാട് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ആളാണ് മിനിസ്റ്റർ പറയട്ടെ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അന്നത്തെ നിയമം അത് അന്ന് കാലോചിതമായ നിയമമാണ്, നിയമം പരിഷ്കരിക്കണം നമ്മളും ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും, ഇന്നിപ്പോ കൊട്ടിയൂരിൽ നടന്ന യോഗം ഞാൻ അതിന്റെ വിഷ്വൽ കാണുകയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായി ആവശ്യപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തേ മതിയാകും. ഞങ്ങളിവിടെ കേന്ദ്രത്തെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയോ ഇല്ല കേന്ദ്രത്തിന്റെ നിഷ്ക്രിയത്വം. ഞാൻ ഒരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ആങ്കർ ശ്രീ ഡോക്ടർ ചന്ദ്രശേഖരന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക. ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, ഇടുക്കിയിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്നു 2 ടേമുകൾ. ഇപ്പൊ അദ്ദേഹം കോട്ടയത്ത് UDFന്റെ MP ആണ്. അദ്ദേഹം കേന്ദ്ര വനം വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന് കിട്ടിയ മറുപടി അദ്ദേഹം കോട്ടയം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിലനിൽക്കുന്ന വനം വന്യജീവി നിയമത്തിൽ അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് യാതൊരു വിധമായ നിയമ തടസ്സങ്ങളും ഇല്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി അദ്ദേഹം കേരളത്തിലെ മുഴുവൻ പത്രക്കാർക്കും കൊടുത്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇനിയിപ്പോ ഈ മധ്യ തിരുവിതാംകൂറിലെ എല്ലാ പത്രങ്ങളിലും അത് പ്രധാനപ്പെട്ട വാർത്തയായി തലക്കെട്ടോടുകൂടി വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കേന്ദ്രമന്ത്രി ഒരു MP-ക്ക് കൊടുത്ത മറുപടി ഇതായിട്ട് നിൽക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത്, നിയമപുസ്തകത്തിൽ ഇപ്പോഴുള്ള ചില കാര്യങ്ങൾ അത് അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോ ശ്രീ റഫീഖ് പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഒരു 6 മാസം മുമ്പേ ഒരു കൊല്ലം മുമ്പേ നമ്മൾ ചെയ്യണ്ടേ? അടിക്കാടുകൾ വെട്ടുക. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇതിന്റെ നിർദ്ദേശം പറഞ്ഞു. 1/2 കിലോമീറ്റർ വനത്തിന്റെ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഇത് മറഞ്ഞിരിക്കുന്നത്. കാരണം ആനയാണെങ്കിൽ നമുക്ക് കാണാം, ഈ കടുവയും അല്ലെങ്കിൽ പുലി പോലെയുള്ള ജീവികൾ അതൊന്നാമതേ ഇര പിടിക്കാനായിട്ട് മറഞ്ഞാണ് വരുന്നത്. ഈ ജീവികളെ കാണത്തക്ക രീതിയിൽ വനവും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ അടിക്കാട് വെട്ടാൻ ഞാൻ ചോദിക്കുന്ന ഒരു 500 തൊഴിൽ ദിനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ, ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ആളുകൾ ഇറങ്ങുന്നവർ ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളുടെ അടിക്കാടുകൾ വെട്ടാനൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതാണ്. അങ്ങനെ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നതിലുള്ള ഒരു പോരായ്മ, ആ പോരായ്മയാണ് ഏറ്റവും അവസാനം രാധ എന്ന് പറയുന്ന സ്ത്രീ, അവർ പണിസ്ഥലത്താണ് നിന്ന്, അവർ വനഭൂമിയിൽ കയറിയിട്ടില്ല. ആ പണിസ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നമ്മളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യനെ എത്ര നിർദ്ദയമാണ് രീതിയിലാണ് കടുവ അവരെ കൊണ്ടുപോയി അവരുടെ ശരീരഭാഗം മുഴുവൻ തിന്ന്. ഇന്നിപ്പോ പോസ്റ്റ്മോർട്ടത്തിൽ, കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടു അവരുടെ കമ്മൽ ഉൾപ്പെടെ അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അതിന്റെ ആമാശയത്തിൽ ഉണ്ടായിരുന്നു. അപ്പം എത്ര ഭീകരമായ രീതിയിൽ അല്ലെങ്കിൽ ഭയാനകമായ രീതിയായിരുന്നു അവരുടെ മരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചന്ദ്രശേഖർ ജാഥ നടത്തുന്നത്? ഇതല്ലേ രാധ മരിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ ഈ ജാഥ 1 മാസം മുമ്പ് തന്നെ അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കി, അതിന്റെ പ്രചരണവും കൊടുത്തു. അതിനിടയിലാണ് ഈ ദുരന്തവും കൂടി ഉണ്ടായത്. അപ്പൊ ഇനി ഒരു ദുരന്തം കൂടി, പ്രത്യേകിച്ച് മലയോരത്ത് താമസിക്കുന്ന 430ഓളം പഞ്ചായത്തുകൾ, ഈ സഖ്യനിൽ ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ അവർ ഭയവിഹുലരാണ്. ഞാനിത് നേരിട്ട് അനുഭവിക്കുന്ന ആളാണ്, നേരിട്ട് കാണുന്നതാണ്. ഞങ്ങളുടെ ചിന്നക്കനാൽ എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ കാട്ടാനകള് അത് ഒരു 10-25 എണ്ണം അങ്ങ് വിഹരിച്ച് നടക്കുകയാണ്. അവിടുന്നാണല്ലോ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയത്. ഭാഗ്യവശാൽ ഇവിടെ പുലിയും കടുവയും ഇപ്പോൾ ഇല്ല, അത് മൂന്നാർ ഭാഗത്ത് ആയി കഴിഞ്ഞിരിക്കുന്നു. കാട്ടുമൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ ഇതുവരെ മനുഷ്യനെ ആക്രമിച്ചില്ല എന്ന ഒരു ആശ്വാസം മാത്രമേ ആ കാര്യത്തിലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ശാശ്വതമായ പരിഹാരമാണ്. അതിന് കേന്ദ്ര നിയമം തിരുത്തേണ്ടതുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്നത്, പുര തീ പിടിച്ചപ്പോ ഫയർ സ്റ്റേഷൻ വേണമെന്ന് നമ്മൾ മറുപടി കൂട്ടിയിട്ട് കാര്യമില്ല. പുര തീ പിടിക്കുമ്പോൾ അടുത്ത വീട്ടിലെ വെള്ളമോ അല്ലെങ്കിൽ സമീപത്തുള്ള വെള്ളമോ കോരി ഒഴിച്ച് തീ കെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന്, ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം, ആ വിമർശനം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരിക്കുന്ന ഒരു വേദി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സമ്പൂർണമായ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിയെ എത്ര രൂക്ഷമാക്കാനും രാധ എന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ദാരുണമായ മരണത്തിന് കാരണമായത് എന്ന് 1ാം ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ചന്ദ്രശേഖർ.
സേനാപതി വേണു, ആദ്യം തന്നെ താങ്കൾ എൻ്റെ ആമുഖത്തിൽ വന്നൊരു പിഴവ് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. ആയിക്കോട്ടെ കുഴപ്പമില്ല. രണ്ടാമത്തതിലേക്ക് ഞാൻ വരാം. താങ്കൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വരം എന്ന നിലയ്ക്ക് ഉന്നയിച്ച വിമർശനങ്ങൾ പ്രസക്തമാണ്. പക്ഷേ ആ നിയമത്തെക്കുറിച്ച്, ആ നിയമം മാറ്റണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അവരുടേതായ രീതിക്ക് ആവശ്യപ്പെടുന്നുണ്ടാവാം. പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ നോക്കിക്കാണുമ്പോൾ ആ നിയമത്തിലുള്ള കാതലായ പ്രശ്നം അതത് സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ പ്രാദേശിക സാഹചര്യങ്ങൾ നോക്കി ചില ജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്കില്ല. അത് വേണം എന്നൊരു ആവശ്യമാണ്. ഒരു പർട്ടിക്കുലർ ജീവി, ഒരു കടുവ മനുഷ്യനെ ആക്രമിച്ചാൽ ആ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശമാണ് ഉള്ളത്. അത് മാനീറ്റർ ആണെന്ന് തെളിയിച്ചാലാണ് അത്തരത്തിലൊക്കെയുള്ള കടുത്ത നടപടികളിലേക്ക് പോവുക. പക്ഷേ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാത്തതിന് കേന്ദ്ര നിയമം കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കടുവകൾ അത് ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്ന മൃഗങ്ങളാണ്. അത്തരത്തിലുള്ള പട്ടികയിൽപ്പെട്ട മൃഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായി മാറുന്നത് മറ്റൊരു ശല്യകാരിയായ മൃഗമായി നമുക്ക് മാറിയിരിക്കുന്ന കാട്ടുപന്നിയാണ്. അപ്പോൾ കാട്ടുപന്നിയെ പിടിക്കാനും തിന്നാനും, ആവശ്യമാണെങ്കിൽ തിന്നാനും ഒക്കെയുള്ള അനുമതി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തും എന്നാണ്. പക്ഷേ കടുവകൾ കൂടും. അതിന് വിഹരിക്കാനാവുന്ന മേഖലയെക്കുറിച്ച് ചില ശാസ്ത്രീയ ധാരണകളുണ്ട്. അതിൽ കൂടുതൽ കടുവകൾ കൂടും. ഒരു പ്രദേശത്തിന് വഹിക്കാവുന്നതിൽ കൂടുതൽ കാട്ടുപന്നികളെ പോലുള്ള വന്യജീവികൾ ഉണ്ടാവും. അത് ഒരു പ്രദേശത്തിന് ശല്യകാരിയായി മാറുമ്പോൾ അത് ശല്യകാരിയായ മൃഗമായി പ്രഖ്യാപിക്കാൻ, ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോഴും നിയമമുണ്ട്. ആ നിയമമുള്ളത് കേന്ദ്രത്തിനാണ്. അത് തൽക്കാലത്തേക്കെങ്കിലും, ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് ചില സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന് അതിൻ്റെ ആനുകൂല്യം കിട്ടിയില്ല എന്നാണ് വിമർശനം. കണ്ട മൃഗത്തെ വെടിവെച്ച് കൊല്ലുക എന്നതല്ല, ഒരു കാലഘട്ടത്തിൽ ശല്യകാരിയായി മാറുന്ന മൃഗങ്ങളെ ആവശ്യമെങ്കിൽ വേട്ടയാടാനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ അധികാരം സംസ്ഥാനത്തിന് കൊടുക്കണം എന്ന വിമർശനമാണ് ഉയർത്തുന്നത്. പക്ഷേ നിയമത്തിൻ്റെ ഉള്ള പല്ലും നഖവും ഉപയോഗിക്കണം എന്ന പ്രതിപക്ഷ വിമർശനം സംഗതമാണ്, പ്രസക്തമാണ്. പക്ഷേ ഇപ്പോൾ അതിന് മറുപടി പറയാനായി താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ, നിർദ്ദേശിച്ചതുപോലെ, ശരിയായി നിർദ്ദേശിച്ചതുപോലെ മന്ത്രി ഇപ്പോൾ ഇല്ല. അദ്ദേഹം തത്സമയം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ആ കാര്യം നമുക്ക് ചർച്ചാ വിഷയമാക്കാം.